പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മയുടെ ഈ ഒരു വിഷയം കേട്ട് ഞെട്ടിപ്പോയി. നല്ലൊരു ഉമ്മക്കും ബാപ്പക്കും ജനിച്ച ഒരു മകനാണ് ഇന്ന് നാടിന് വിപത്തായി മാറിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് വല്ലാത്തൊരു സങ്കടമായി പോയി. ആ ഒരു വയറ്റിൽ തന്നെ ഇങ്ങനെ ഒരു നശിച്ച വിത്ത് ജനിച്ചല്ലോ. ആ ഉമ്മയുമായുള്ള ആ ഒരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആരിഫ് ഹുസൈന്റെ ഉമ്മയല്ലേ? ഓ ആരിഫ് ഹുസൈന്റെ ഉമ്മയല്ലേ? അതെ അതെ. എങ്ങനെ നിങ്ങളുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിട്ട് പോന്നോ? ആ ഒന്നും പറയാനായിട്ടില്ല. ആ മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഉമ്മാടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. ആ അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്, ഈ ചെറുപ്പകാലത്ത് ആരിഫ് ഹുസൈന് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ മുസ്ലിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കാഫിരീങ്ങളുടെ പട്ടാളത്തിൽ ചേരാൻ പാടില്ല, അതൊക്കെ പിന്നെ ഭയങ്കര തെറ്റാണ്. അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായ പാകിസ്ഥാനി പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരു മുസ്ലിമിനെ കൊന്നാൽ അവന് വലിയ ശിക്ഷയാണ് എന്ന രീതിയിലാണ് ഈ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ആരിഫ് ഹുസൈൻ പറയുണ്ടായി. അപ്പം ഉമ്മ അയാളെ നൊന്ത് പ്രസവിച്ചതായതുകൊണ്ട് ഒരു മകൻ, പ്രത്യേകിച്ച് വാപ്പമാരെക്കാളും മക്കൾക്ക് അടുത്ത ഉമ്മമാരോടാണല്ലോ. അപ്പം അത്തരത്തില് എപ്പോഴെങ്കിലും ആരിഫ് ഹുസൈൻ അയാളുടെ ബാല്യകാലത്തോ അയാളുടെ പഠനകാലത്തോ പട്ടാളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഉമ്മ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അയാൾക്കുള്ളതായി ഉമ്മയ്ക്ക് അറിയാമോ? അയാൾ പറഞ്ഞതിൽ സത്യാവസ്ഥയുണ്ടോ? എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. വാപ്പാട് ഒരിക്കൽ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. വാപ്പാക്ക് ഓർമ്മയില്ലാത്ത മനുഷ്യനാണ്. അപ്പൊ വാപ്പാട് ഞാൻ ചോദിച്ചു, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോ എപ്പോഴോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പട്ടാളത്തിൽ കയറട്ടെ. അപ്പൊ അതെന്തിനപ്പോ നീ ഡോക്ടറിന് പഠിച്ചല്ലേന്നോ എന്നോന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് ഈ മതപരമായിട്ടുള്ളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മദ്രസയിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. മതത്തിനെ പറ്റി മറ്റുള്ളവരെ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരുന്ന എന്റെ മാമ തന്നെ പട്ടാളത്തിലായിരുന്നു. അങ്ങനെയുള്ള ഒരാള് പട്ടാളത്തിൽ ചേരാന്ന് പറയോ? അതിപ്പോ അവനൊരു തൊട്ട് കിട്ടാൻ വേണ്ടിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതിനെ പൈസ കിട്ടാൻ വേണ്ടിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടില്ല. വാപ്പ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് വാപ്പ പറയുന്നുണ്ട്. ആളെ ഒരു ഓർമ്മയില്ലാത്ത ആളാ. ഓർമ്മയ്ക്കൊക്കെ തകരാറുള്ള ആളാ. അത് പറഞ്ഞിട്ടോ ഇപ്പൊ ഈ ആരിഫ് ഹുസൈൻ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഭയാനകമായ വിഭാഗീയ ചിന്താഗതിയും പച്ചയായി പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെയും ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഗൗരവമായ വശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉമ്മായും ബാപ്പായും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓ, ഞങ്ങള് മനസ്സിലാക്കിയിട്ട് പറയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ കാര്യം ശരിയാകുന്നില്ലല്ലോ. പിന്നെ വേറെ ഒന്നും അത് കൂട്ടുകാരുടെ കൂടെ കൂടി കഴിഞ്ഞിട്ട് നന്നാവണമെങ്കിൽ വെച്ചാൽ തന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ കൂട്ടെന്ന് പറയുന്ന അതിന്റെ ഇത് കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തീവ്ര ഹിന്ദുത്വവാദികള് അല്ല, ഗ്ലാമറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അതിനെങ്ങനെ കേട്ടുന്ന ആൾക്കാരില്ലേ? അവരാണ് ഇപ്പൊ അതിന്റെ ശത്രുക്കൾ. അത് ശരി. അല്ല, ഈ ഉമ്മാടത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് ഈ ആരിഫ് ഹുസൈൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ അപകടകരമായ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്? കാരണം ഞാൻ ഈ ആരിഫ് ഹുസൈന്റെ ചില വീഡിയോസുകൾ കാണുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ പച്ചയായ കലാപാഹ്വാനമാണ്. അതായത് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ പോലും ഒരു വിഭാഗം ആളുകൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ആരിഫ് ഹുസൈൻ ഒരു കത്തിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണ്, ഞാൻ മുസ്ലിങ്ങളെ കൊല്ലാൻ ഞാൻ മുമ്പന്തിയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അയാളുടെ പിറകിൽ ഇറങ്ങി പുറപ്പെടാൻ ഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇവിടെ അവരുടെ തലച്ചോറിൽ അങ്ങനെ ഒരു ചിന്ത ആരിഫ് ഹുസൈൻ കുത്തിവെച്ചിട്ടുണ്ട്. അത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് ആരിഫ് ഹുസൈൻ ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ ഉമ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനാരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ വായ നടന്നു കിട്ടിയാൽ മതി. പിന്നെ ഞാനിപ്പോ ഞങ്ങളൊക്കെ അങ്ങനെ പറയുന്നവരാണെങ്കില് ഞങ്ങളുടെ അയൽവാസികളൊക്കെ ഹിന്ദുക്കളായിട്ട് ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ട്. രക്തമൊക്കെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടെല്ലാം അറിഞ്ഞിട്ട് വരാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അവർക്കൊക്കെ ഹിന്ദുക്കൾക്കൊക്കെ നമ്മളോടൊക്കെ സ്കൂളാണെങ്കിലും ഹിന്ദുകുട്ടികളല്ലേ അധികമുള്ളൂ. ഫ്രണ്ട്സ് വളരെ കുറവാണ്. അവർക്കൊക്കെ നല്ല സ്നേഹമായിരുന്നു.
എന്തായാലും ഉമ്മായിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. ഈ വീട്ടിൽ മക്കൾ തലതിരിഞ്ഞു പോയി കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ ഒരു അസുരവിത്ത് എന്റെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന്. എപ്പോഴെങ്കിലും ഉമ്മാക്ക് അങ്ങനൊരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു. നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, പിന്നെ ആരാണ് ഇവനെ പോലുള്ളവരെയൊക്കെ പൊക്കി നടക്കുന്നത്? സ്വന്തം ഉമ്മയും ബാപ്പയും വരെ തള്ളിക്കളഞ്ഞവനാ. അങ്ങനെയുള്ള ഒരുത്തനാണ് ഇങ്ങനെയുള്ള ഓരോ ഡയലോഗുമായി വരുന്നത്. ഇയാളുടെ വീഡിയോ കണ്ട ചിലരൊക്കെ ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു അയാളെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു എന്ന്. അത്രക്ക് ദേഷ്യമുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്. രണ്ടിലൊന്ന് ഈ അടുത്തായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തെന്നായാലും. ഇവനിപ്പോൾ ചെയ്യുന്നത് ഓണത്തിനിടക്ക് പൊട്ടുകച്ചവടം നടത്താൻ നോക്കുക. അതിർത്തിയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് ഇവനെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാലും ആ ഉമ്മയെ വിളിച്ച് ഇങ്ങനെ ഒരു വിഷയം നമുക്ക് അറിയാൻ പറ്റിയത് വളരെയധികം സന്തോഷം. ഇയാളുടെ പേരെന്താണെന്ന് അറിയില്ല, ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഞാനിവിടെ മെൻഷൻ ചെയ്യാം.